ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം ദേശീയ തലത്തിൽ ഉയർത്തി UDF എംപിമാർ. സംസ്ഥാന സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചും പാട്ടുപാടിയും പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തി. കുറ്റക്കാരായ മുൻ മന്ത്രിമാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. CPM സർക്കാർ നടത്തുന്ന കൊള്ളയ്ക്ക് BJP മൗനാനുവാദം നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു പാർലമെന്റ് കവാടത്തിൽ UDF എംപിമാരുടെ സമരം. പാർലമെന്റിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് രേഖാപരമായി ആവശ്യപ്പെടാതെ കവാടത്തിലായിരുന്നു ധർണ. ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്. സമാനമായി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നേ മതിയാവും. സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലെ വമ്പന്മാരെ കുറിച്ചാണ് PCC പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചത്. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു ഉന്നതന്മാർ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അറസ്റ്റ് നിൽക്കുക, മടിച്ചു നിൽക്കുക അന്വേഷണ സംഘം. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. SITയുടെ മുന്നിൽ മൊഴി കൊടുത്ത ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് നിലപാട് ആവർത്തിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത്? വരും ദിവസങ്ങളിലും ശബരിമല വിഷയം സജീവമായി ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 ഡൽഹി.